മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI വിജേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഓണപ്പൂക്കളം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് വിജേഷ് പങ്കുവച്ച പോസ്റ്റ് മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് പലരായി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന നമ്മൾ കണ്ടിരുന്നു. അതിപ്പോൾ ഒരു പോലീസുകാരൻ തന്നെ ഷെയർ ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. അത് തന്നെയാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് സ്മൃതി ഈ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള വിജേഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് മാത്രമല്ല 2024 നടന്ന സംഭവത്തെയാണ് ഇപ്പോൾ നടന്ന സംഭവം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ആ സമൂഹ മാധ്യമ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തത്. ഈ ഷെയർ ചെയ്ത പോസ്റ്റ് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്നത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ വകുപ്പ് തല അന്വേഷണത്തിനും 3 DYSP നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് പരാതി നൽകിയിരുന്നു. അതായത് സംസ്ഥാന പോലീസ് മേധാവിക്കും ആഭ്യന്തരമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. അതുകൂടാതെ ചില മാധ്യമങ്ങളിൽ വാർത്തയായി റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാത്രിയോടുകൂടി ജില്ലാ പോലീസ് മേധാവി ഈ വിജേഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. മുസ്ലിം മതവിഭാഗത്തെ അവഹേളിക്കുന്ന രീതിയിലായിരുന്നു ഈ സമൂഹ മാധ്യമ പോസ്റ്റ് ഉണ്ടായിരുന്നത് താനും. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്തായാലും കുറച്ചു കാലം വീട്ടിലിരിക്കാം എന്നതാണ് ചുരുക്കി പറയാനുള്ളത്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.